ഇപ്പം പല ആളുകളും വിദേശത്തുണ്ട്, ഇപ്പം NRIs ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇന്ത്യയിൽ ഇൻഷുറൻസ് എടുക്കണോ എന്നുള്ളതൊരു കാര്യമുണ്ട്, അവർക്ക് പല സംശയങ്ങളുണ്ടാവും. അപ്പോൾ അവരോട് എന്താണ് പറയുന്നത്? ഈ NRIസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ നാട്ടിലുള്ള പേരൻസിന് അവർ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കും, പക്ഷെ അവർക്ക് സ്വന്തം അവർ എടുത്തു വെക്കില്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അവർ ഈ NRI വാസമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നത് ചിലപ്പം മൊത്തം പൈസയായിട്ട് മാത്രമായിരിക്കില്ല, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും. അന്ന് അവർക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും അല്ലെങ്കിൽ ഈ ഉദ്ദേശിച്ച രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കവറേജും കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ അവർ നാട്ടിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഇപ്പം 2 തരത്തിലുള്ള പോളിസികളുണ്ടല്ലോ, ഇപ്പം ഗ്രൂപ്പ് പോളിസി ഉണ്ട്, റീറ്റെയിൽ പോളിസി ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗ്രൂപ്പ് പോളിസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ ആൾക്ക് കമ്പനി ഒരു പോളിസി കൊടുക്കുന്നുണ്ട്, അതിനെ നമുക്ക് ഗ്രൂപ്പ് പോളിസികളിന് പല തരത്തിലുണ്ട്. ഈ ഗ്രൂപ്പ് പോളിസി ആള് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ആ ജോലിയിൽ നിന്ന് ആള് മാറുകയോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിരമിക്കുകയോ ചെയ്യുമ്പോഴേക്ക് ഈ ഗ്രൂപ്പ് പോളിസിക്ക് ആൾക്ക് കവറേജ് ലഭിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം എനിക്ക് പരിചയമുള്ള തന്നെ ഒരു കിരൺ എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തി, ഒരു 40 വയസ്സായ ആളായിരുന്നു. ആളൊരു കമ്പനിയിൽ, കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. 40-ാം വയസ്സിലാണ് ആൾക്ക് ക്യാൻസർ വരുന്നത്. ക്യാൻസർ വന്ന ആൾക്ക് ഏകദേശം 18 ലക്ഷം രൂപയുടെ ചികിത്സ വേണ്ടി വന്നു. ആ സമയത്ത് തന്നെ ആൾക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ആ ജോലി ഉപേക്ഷിക്കുന്നതോടെ ആളുടെ കവറേജ് അവിടെ നഷ്ടമാകുകയാണ്. പിന്നെ ആ കുടുംബത്തിന് അതൊരു വലിയ ബാധ്യതയായിട്ട് മാറുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസിനോടൊപ്പം എല്ലാ എംപ്ലോയീസും അല്ലെ എല്ലാ ജോലി ചെയ്യുന്നവരും നിർബന്ധമായിട്ടും ഒരു റീറ്റെയിൽ ഇൻഷുറൻസ് കൂടെ എടുത്തു വെക്കണം. അത് നിർബന്ധമാണ്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളുണ്ട്, ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അതിൽ ഈ പ്രീമിയത്തിന് പലതരത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, എമൗണ്ടിലൊക്കെ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? ഇതിപ്പം നമ്മൾ ഇപ്പോൾ ഒരു കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആൾട്ടോ കാറും ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഇന്നോവ ക്രിസ്റ്റ ഉണ്ടാവും. എന്ന് പറയുന്നത് പോലെ ഈ ഹെഡിങ് ആണ് ഒരു 10 ലക്ഷം എന്നുള്ള സം ഇൻഷുർഡ്. അതിലുള്ള ഫീച്ചേഴ്സിനനുസരിച്ച് ഇതിൻ്റെ പ്രീമിയം വ്യത്യാസപ്പെടും. അതായത് റൂം ലിമിറ്റ് എത്രയാണ്, റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടോ, കോ പേയ്മെൻ്റ് ഉണ്ടോ, ഇനി ഈ കമ്പനി എത്രത്തോളം കാലമായിട്ട് ഇവിടെ ഉണ്ട്, ഈ കമ്പനിയുടെ ക്ലെയിം റേഷ്യോ എങ്ങനെയാണ്, അങ്ങനെയുള്ള വ്യത്യസ്തമായ ആസ്പെക്റ്റിനനുസരിച്ചാണ് അവിടെ പ്രീമിയത്തിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ പലരും ചീപ്പ് പോളിസികളെ തേടി പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. അപ്പോൾ കൃത്യമായിട്ട് പോളിസിയെക്കുറിച്ച് പഠിക്കാം. അതിനെന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രീ കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. ഇപ്പം ഗവൺമെൻറ് തന്നെ ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പം കാരുണ്യുണ്ട്, ആയുഷ്മാൻ ഉണ്ട്. അപ്പം അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്വകാര്യ ഇൻഷുറൻസും കൂടെ നമ്മളിലേക്ക് വേണം എന്നുള്ളതിന് അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമായിരിക്കും? ഒരു സമൂഹത്തിലേക്ക് ഗവൺമെൻറ് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണത്. പക്ഷെ അതിലും ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പം ഇതേപോലുള്ള ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പരമാവധി കവറേജ് 5 ലക്ഷം ഒക്കെയാണ് കൊടുക്കുന്നത്. ഇന്നത്തെ സ്ഥിതിയിൽ 5 ലക്ഷം എന്നുള്ളത് ഒരു ഫാമിലിക്കും തീരെ മതിയാവാത്ത എമൗണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 25 ലക്ഷം ബേസ് പോളിസിയും ടോട്ടൽ ഒരു കോടിയിലേക്കൊക്കെ ഇൻഷുർ ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അവിടെ ഘടകമായിരിക്കുന്നത് അവർക്ക് അതിനുള്ള പണം ചെലവഴിക്കാനുള്ള അതോറിറ്റി ഉണ്ടോ, പണമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയും അതിന് മുകളിലേക്കുള്ളവരൊക്കെ നിർബന്ധമായിട്ടും ഇതിനോടൊപ്പം തന്നെ ഇതേപോലുള്ള ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസും കൂടെ എടുത്തു വെക്കണം. ഫാമിലിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അതാണ് ഏറ്റവും ഉത്തമം. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു, ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അത് പലതും സാറ് പറഞ്ഞു. ഇപ്പോൾ യൂത്ത് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവർക്ക് അവരൊരു പഠിക്കുന്ന സമയമാണ്, അവർക്കിപ്പം സാമ്പത്തികമായിട്ട് വരുമാനങ്ങളും കാര്യങ്ങളൊന്നും വരുന്നത് കുറവായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവും ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കാൻ വേണ്ടി പറ്റുക? അവർക്ക് പ്രധാനമായിട്ടും ഇതിനൊരു പ്രീമിയം അടയ്ക്കണം. അപ്പോൾ അവർക്ക് അതിനുള്ള ശേഷിയില്ല, പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് അവെയർഡ് ആണെങ്കിൽ അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി എന്തായാലും ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണം. കാരണം അസുഖം വരുന്നത് ഇന്ന പ്രായം അതൊക്കെ പണ്ടുള്ള ഒരു ധാരണയായിരുന്നു. ഏത് പ്രായത്തിലും അസുഖം കടന്നു വന്നേക്കാം അല്ലെ, നമ്മൾ വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് എപ്പോഴും. അതുകൊണ്ട് ആ പ്രായത്തിലുള്ളവരും അത് എടുത്തു വെക്കേണ്ടത് നിർബന്ധമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇൻഷുറൊക്കെ എടുത്തു, പലതരത്തിൽ ക്ലെയിം ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം കൂടെയാണ്. ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ചതിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിനെ നേരിടാൻ വേണ്ടി? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതാണ്.
അത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 2-3 രീതികൾ നമുക്കത് ചെയ്യാം. ആദ്യത്തെ രീതി, ആ കമ്പനിയിലെ തന്നെ ഒരു ഗ്രീവൻസ് സെല്ല് ഉണ്ടാവും, അവരെ സമീപിക്കുക എന്നുള്ളത്. അവർക്കൊരു മെയിലായിട്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു മെയിൽ അയക്കുക. ഒരു 10-14 ദിവസം കൊണ്ട് അവരുടെ മറുപടി വരേണ്ടതാണ്. ഇനി അത് വന്നിട്ടില്ലെങ്കിൽ IRDAക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതിനും പരിഹാരം ആയിട്ടില്ലെങ്കിൽ ഓംബുഡ്സ്മാൻ ഉണ്ട്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസിന് തന്നെ ഒരു ഓംബുഡ്സ്മാൻ ഉണ്ട്. അവരെ ഒരു 50 ലക്ഷത്തിന് ഉള്ളിലുള്ള ഒരു ക്ലെയിം ആണെങ്കിൽ നമുക്ക് അവരെ സമീപിക്കാം. ഇതിനൊന്നും യാതൊരു രീതിയിലുള്ള ഫീയും ആവശ്യമല്ല. അപ്പോൾ ഇനി ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ അവസാന പടിയാണ് നമുക്ക് കൺസ്യൂമർ കോർട്ടിലേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ ഇത്രത്തോളം പരിഹാര മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ടാണ് ജെന്യൂനായ ഒരു ക്ലെയിമും ഒരു കസ്റ്റമറുടെയും റിജക്റ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളത് പറയുന്നത്.